ആന്റണി പെരുമ്പാവൂർ റെക്കോർഡുകളിലേക്ക്. ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. ആന്റണി പെരുമ്പാവൂർ എത്രയെത്ര നല്ല സിനിമകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിർമ്മിച്ച സിനിമകളെല്ലാം ബിഗ് ബഡ്ജറ്റും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ. നിർമ്മാതാക്കളിൽ ഏറെ വ്യത്യസ്തനായ ആന്റണി പെരുമ്പാവൂർ വർഷത്തിൽ 4-5 സിനിമകളാണ് നിർമ്മിക്കുന്നത്. അതെല്ലാം ബിഗ് ബഡ്ജറ്റ്. ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ പിന്നിൽ ഒരു വലിയ മനുഷ്യനുണ്ട്. സാക്ഷാൽ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച സിനിമകളിലെല്ലാം മോഹൻലാലാണ് നായകൻ. മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ കൂട്ടുകെട്ട് ഒരു ഭാഗ്യ കൂട്ടുകെട്ടാണെന്ന് സിനിമാ ലോകത്ത് പാട്ടാണ്. ഈ ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ഒരേ സമയം നിർമ്മിക്കുന്നത് 3 സിനിമകളാണ്. വെളിപാടിന്റെ പുസ്തകം, ഒടിയൻ, ആദി. ഈ 3 സിനിമകളിൽ വെച്ച് ഏറ്റവും ചിലവ് വരുന്ന സിനിമ മോഹൻലാൽ നായകനാകുന്ന ഒടിയനാണ്. വെളിപാടിന്റെ പുസ്തകത്തിലും മോഹൻലാലാണ് നായകൻ. ഒടിയന്റെ ഇപ്പോഴത്തെ ബജറ്റ് 40 കോടിയാണ്. പക്ഷേ ഷൂട്ടിംഗ് നീങ്ങും തോറും ബജറ്റ് കൂടിയേക്കാം. അതേസമയം വെളിപാടിന്റെ പുസ്തകത്തിലെ ആദിക്കും ഒടിയന്റെ ബജറ്റ് വരില്ല. ഈ 3 സിനിമകളിൽ ഒരു സിനിമയിൽ നായകൻ മോഹൻലാൽ അല്ല എന്നുള്ളതാണ് കൗതുകം. ആന്റണി ഇത്തവണ ആദി എന്ന സിനിമയിൽ മറ്റൊരു നായക നടനെ, പുതുമുഖ നായക നടനെ അവതരിപ്പിക്കുകയാണ്. ആരാണ് ആ നായക നടൻ എന്നറിയണ്ടേ? മോഹൻലാലിന്റെ പ്രിയപുത്രൻ പ്രണവ് മോഹൻലാലാണ് നായകൻ. ആദിയും കൂടി സൂപ്പർ ഹിറ്റായാൽ തീർച്ചയായും ആന്റണി പെരുമ്പാവൂർ കൺഫ്യൂഷനാവും. എന്തിനാണെന്നല്ലേ? അടുത്ത സിനിമയിൽ മോഹൻലാലിനെ നായകനാക്കണോ അതോ പ്രണവ് മോഹൻലാലിനെ നായകനാക്കണോ എന്ന്. സത്യമല്ലേ? For more entertainment news and gossips, subscribe now.